കഴിഞ്ഞ 12 മാസം കൊണ്ട് UAE കൈവരിച്ച പുരോഗതി ഇന്ന് ഭരണാധികാരികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി UAEയിൽ ഒരു വർഷം കൊണ്ട് 1,31,000 സ്വദേശികൾ സ്വകാര്യ മേഖലയിൽ ജോലി സമ്പാദിച്ചതിന് 2024 സാക്ഷിയായെന്ന് വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ന് ഹിസ് ഹൈനസ് ഇക്കാര്യം പറഞ്ഞത്. മുൻ വർഷത്തേക്കാൾ 350% വർധനവാണ് 2024 സ്വദേശിവൽക്കരണത്തിലുണ്ടായിരിക്കുന്നത്. വിദേശ വാണിജ്യം 2.8 ട്രില്യൺ ദിർഹം കടന്നു. വിദേശ നിക്ഷേപം 130 ബില്യൺ ദിർഹം കടന്നിരിക്കുന്നു. 2024 UAEയിൽ പുതിയതായി 2 ലക്ഷം കമ്പനികൾ പിറന്നു. കഴിഞ്ഞ കൊല്ലം 30 മില്യൺ ആളുകൾ അതിഥികളായി UAEയിലെത്തി. 2024 മാത്രം UAEയിലെ എയർപോർട്ടുകൾ വഴി 150 മില്യൺ യാത്രക്കാർ കടന്നുപോയി. അടുത്ത 20 വർഷത്തെ ദേശീയ വികസന അജണ്ടയുമായി രാജ്യം മുന്നോട്ട് പോവുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. അബുദാബിയിൽ നാളെ മഞ്ഞും മഴയും പ്രതീക്ഷിക്കാം. UAE കൂടുതൽ തണുപ്പിലേക്ക് പോകവേ തലസ്ഥാനമായ അബുദാബിയിൽ ഇന്ന് പൊടിപടലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു. നാളെ മഞ്ഞും മഴയും ഉണ്ടാകാമെന്ന് NCM മുന്നറിയിപ്പ് നൽകി. ഇന്ന് ഉച്ചതിരിഞ്ഞ് മിക്കയിടങ്ങളിലും ശക്തമായ പൊടിക്കാറ്റ് വീശി. കൂടുതൽ തണുപ്പിലേക്ക് രാജ്യം പ്രവേശിക്കുന്നതിൻ്റെ സൂചനകളാണിത്. ജനുവരി 15 ശേഷം ഏതാനും ദിവസങ്ങളിൽ ശൈത്യം അതിശക്തമാകുന്ന രീതിയിലാണ് കാലാവസ്ഥയിൽ മാറ്റം വരിക. സൗദിയിൽ ഇനി സ്പോൺസർ ഇല്ല. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? സൗദി അറേബ്യയിൽ ഗവൺമെന്റിലും സ്വകാര്യ മേഖലയിലും ഇനി രേഖകളിൽ സ്പോൺസർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം തൊഴിലുടമ, അതായത് എംപ്ലോയർ എന്ന പദം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അറിയിച്ചു. പ്രതിഫലമായി കാശ് കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നവർ സ്പോൺസറല്ല, തൊഴിലുടമ തന്നെയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഷാർജയിലെ ഗോതമ്പ് പാടങ്ങൾ കുളിരണിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇപ്പോൾ സൗജന്യമായി അവസരം. ഷാർജയിലെ മലിഹയിൽ ഗോതമ്പ് പാടങ്ങളിൽ വീറ്റ് ഫെസ്റ്റിവൽ നടക്കുകയാണല്ലോ. ഫെബ്രുവരി 27 വരെ വീറ്റ് ഫെസ്റ്റിവൽ തുടരും. എല്ലാവർക്കും ഫ്രീ അഡ്മിഷനാണ് വീറ്റ് ഫെസ്റ്റിവലിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഷാർജ അഗ്രികൾച്ചറൽ ആൻഡ് ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് വീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്.